അപ്പൊ മക്കളെ നമ്മൾ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്താണ്, അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു അല്ലെ. ഇനി ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വഴിയെ പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കിയാണോ അതല്ലേ നല്ലത്, കുറച്ചുകൂടി ബെറ്റർ. അതിനു മുന്നേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ക്വിക്ക് ആയിട്ടൊന്ന് റിവ്യൂ ചെയ്യാം. 10 രൂപയാണ് ഒരു ഷെയറിന്റെ വാല്യൂ, അല്ലെങ്കിൽ 100 രൂപയാണ് ഒരു ഷെയറിന്റെ വാല്യൂ എങ്കിൽ ലംപായിട്ട് വാങ്ങിക്കുന്നത് ഒരു രകം, അതല്ലാതെ കൂടുതലും ഇൻസ്റ്റാൾമെന്റ് ആയിട്ടേ വാങ്ങിക്കത്തുള്ളൂ. ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? അപ്ലിക്കേഷൻ മണി. ആദ്യം തന്നെ നിങ്ങൾ പൈസ അയച്ചു തരുന്നു. രണ്ടാമത്തത് അലോട്ട്മെന്റ് മണി. മൂന്നാമത്തത് ഫസ്റ്റ് കോൾ. നാലാമത്തത് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. ഇനി അല്ല 3 സ്റ്റേജേ ഉള്ളൂ എങ്കിൽ അപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ജേർണൽ എൻട്രി ഫോർമുലേഷൻ നമുക്കൊന്ന് പഠിച്ചാലോ? വളരെ എളുപ്പമാണ്, കയ്യോടെ പഠിച്ചു പോവാ കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ എനിക്ക് എന്താ അയച്ചു തരിക? അപ്ലിക്കേഷൻ മണി അയച്ചു തരും അല്ലെ. ആദ്യം തന്നെ നിങ്ങൾ എനിക്ക് എന്താ അയച്ചു തരും? അപ്ലിക്കേഷൻ മണി അയച്ചു തരും. അപ്പോ നിങ്ങൾ അപ്ലിക്കേഷൻ മണി അയച്ചു തരും എന്ന് പറയുമ്പോൾ കമ്പനിക്ക് അത് കിട്ടുന്നു എന്നല്ലേ അർത്ഥം. ഇപ്പൊ എല്ലാം ബാങ്ക് ട്രാൻസാക്ഷൻ ആണ്. ഇത് എവിടെയാ വീഴുക? ബാങ്കിലോട്ട്. അപ്പൊ എന്താ എൻട്രി വരിക? ബാങ്കിനെ ഡെബിറ്റ് ചെയ്ത് കാണിക്കും. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്താ കിട്ടിയത്? ഷെയർ അപ്ലിക്കേഷൻ. ഷെയർ അപ്ലിക്കേഷൻ, അപ്ലിക്കേഷൻ പൈസ കിട്ടി. നമ്മൾ എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യണത്? ക്യാപിറ്റലിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഈ കിട്ടിയ അപ്ലിക്കേഷൻ മണീനെ നമ്മൾ എവിടെ ട്രാൻസ്ഫർ ചെയ്യും? ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ രണ്ടാമത്തെ എൻട്രി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു എന്ത് വരും? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു വരും. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. കിട്ടിയ അപ്ലിക്കേഷൻ മണീനെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റി വെച്ചു. എത്ര ഈസി. പിന്നെ ഞാൻ അക്കൗണ്ട്സിന്റെ കാര്യം പറഞ്ഞുണ്ടല്ലോ അല്ലെ നിങ്ങൾക്ക്. ഒരേ കാര്യം ക്രെഡിറ്റിലും ഡെബിറ്റിലും വന്നാൽ അത് ക്യാൻസൽ ആയി പോവും. ഇവിടെ ഷെയർ അപ്ലിക്കേഷൻ ക്രെഡിറ്റിലും ഉണ്ട്, ഷെയർ അപ്ലിക്കേഷൻ ഡെബിറ്റിലും ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ക്യാൻസൽ ആയി പോവും. ബാക്കി എന്താ ഉള്ളത്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയില്ലേ ഇത്. എത്ര എളുപ്പം നോക്കൂ. ആൻഡ് ഹോൾട്ട്. നമ്മളിപ്പോ പഠിക്കുന്നത് അപ്ലിക്കേഷനാ. ഇതുപോലെ 4 സ്റ്റേജ് ഉണ്ട്. അപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, ഫസ്റ്റ് കോൾ, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. ഓരോ സ്റ്റേജിനും 2 ജേർണൽ എൻട്രികൾ വീതം നമ്മൾ എഴുതണം. അപ്പൊ 4 സ്റ്റേജ് ആണെങ്കിൽ 8 ജേർണൽ എൻട്രി വരും. 3 സ്റ്റേജ് ആണെങ്കിൽ 6 ജേർണൽ എൻട്രി വീതം വരും. ക്ലിയർ ആവുണ്ടോ? 2 സ്റ്റേജ് ആണെങ്കിൽ 4 ജേർണൽ എൻട്രി വരും. ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യം അപ്ലിക്കേഷൻ കിട്ടുന്നു, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഷെയർ അപ്ലിക്കേഷൻ. രണ്ടാമത്തെ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ഷെയർ ക്യാപിറ്റൽ. ഇനി മൂന്നാമത്തത് എന്ന് വെച്ചാൽ അലോട്ട്മെന്റ് ഡ്യൂ ആവണ സ്റ്റേജ്. കോളേജിന്റെ കാര്യം ആലോചിച്ചേ. നിങ്ങൾ കോളേജിലോട്ട് വന്നിരുന്ന ഉടനെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നിങ്ങളോട് എടുക്ക് കാശ് എന്ന് പറയോ? ഇല്ല. അടുത്ത ഫീസ് അടയ്ക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞിട്ട് ഒരു വാണിംഗ് അല്ലേ തരിക, ഒരു ഡ്യൂ കോൾ അല്ലേ തരിക. അപ്പൊ അടുത്തത് അലോട്ട്മെന്റ് ഡ്യൂ ആവണ എൻട്രി. ക്യാപിറ്റലിലോട്ട് മാറ്റി വെക്കാനുള്ള സമയമായി, കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞ് ഇൻഫോം ചെയ്യണ എൻട്രി. എന്താണ് അടുത്ത സ്റ്റേജ്? അലോട്ട്മെന്റ്. അപ്പോ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് കേട്ടോ. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ശ്രദ്ധിക്കുക, ആദ്യം നമുക്ക് അപ്ലിക്കേഷൻ കിട്ടുന്നു, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഷെയർ അപ്ലിക്കേഷൻ. രണ്ടാമത്തെ എൻട്രി ആ കിട്ടിയ അപ്ലിക്കേഷനെ നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണു? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ മൂന്നാമത്തെ എൻട്രി അലോട്ട്മെന്റ് കിട്ടണു എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റില്ലല്ലോ. ആദ്യം അലോട്ട്മെന്റ് അവരോട് പറയണ്ടേ, സമയമായി അയച്ചു തരൂ എന്ന് പറയണ്ടേ. അതിനുള്ള എൻട്രി ആണിത്. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ഷെയർ ക്യാപിറ്റൽ. അങ്ങനെ പറയുമ്പോൾ അവർ എന്ത് കൊണ്ടുതരും? അലോട്ട്മെന്റ് അമൗണ്ട് കൊണ്ടുതരും. അപ്പൊ അതിനുള്ള എൻട്രി എന്താ? നാലാമത്തെ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതും. അലോട്ട്മെന്റ് സമയമായി വാങ്ങിക്കാനുള്ള ഡ്യൂ കൊടുക്കണു, ഡ്യൂ എൻട്രി കൊടുക്കണു. അപ്പൊ അവര് പൈസ കൊണ്ട് തരുന്നു. ഇപ്പോഴും നോക്കൂ, ഷെയർ അലോട്ട്മെന്റ് ക്യാൻസൽ ആവും. ബാക്കി അവിടെ എന്താ ഉള്ളത്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഷെയർ ക്യാപിറ്റൽ. ഇത് പഠിക്കാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ആദ്യം അപ്ലിക്കേഷൻ കിട്ടണം, കിട്ടുന്നതിനെ ക്യാപിറ്റലിൽ കൊണ്ടുവയ്ക്കണം. കഴിഞ്ഞു.
അടുത്തത് അലോട്ട്മെന്റ് സ്റ്റേജ്. അലോട്ട്മെന്റിന് എത്ര എൻട്രി എഴുതണം? 2 എൻട്രി. ആദ്യം ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണ എൻട്രി കാണിക്കും, എന്ന് വെച്ചാൽ ഡ്യൂ ആവണ എൻട്രി. ക്യാപിറ്റലിലോട്ട് മാറ്റിവെക്കാൻ എത്ര വേണം എന്ന് പറഞ്ഞ് കാണിക്കണ എൻട്രി, എന്നിട്ട് കിട്ടണ എൻട്രി. എന്ന് വെച്ചാൽ രണ്ടാമത്തെ എൻട്രിയാണ് അലോട്ട്മെന്റിന്റെ ആദ്യത്തെ എൻട്രി. അപ്ലിക്കേഷന്റെ രണ്ടാമത്തെ എൻട്രിയാണ് അലോട്ട്മെന്റിന്റെ ആദ്യത്തെ എൻട്രി. പേര് മാത്രമേ മാറുള്ളൂ. അപ്ലിക്കേഷൻ എന്ന് വരുന്ന അവിടെ എന്ത് വരും? അലോട്ട്മെന്റ് എന്ന് വരും. ശരി, അപ്പൊ അലോട്ട്മെന്റും കഴിഞ്ഞു. അത് കഴിഞ്ഞ അടുത്ത സ്റ്റേജ് ഏതാണ്? ഫസ്റ്റ് കോൾ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. അഞ്ചാമത്തെ ഫസ്റ്റ് കോൾ നമ്മൾ ആദ്യം വിളിക്കണ്ടേ, എന്നാലല്ലേ തരത്തുള്ളൂ, അല്ലേ? അപ്പൊ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ്. അതിനെ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സമയമായി? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അത് നമ്മൾ ഇങ്ങനെ വിളിക്കും, ഫസ്റ്റ് കോൾ ഡ്യൂ. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ എന്ത് കൊണ്ടുതരും? എമൗണ്ട് കൊണ്ടുതരും. അപ്പൊ എമൗണ്ട് കൊണ്ടുതരുമ്പോ എന്താ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. എന്താ കൊണ്ടുതരുന്നത്? ടു ഷെയർ ഫസ്റ്റ് കോൾ, ടു ഷെയർ ഫസ്റ്റ് കോൾ. ക്ലിയർ ആയല്ലോ? അത്രേ ഉള്ളൂ. ഇനി അടുത്ത സ്റ്റേജ് ഏതാ? സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ വിളിക്കണ എൻട്രി കാണിക്കണ്ടേ? എന്താ എൻട്രി വരിക? ഞാൻ പറയുമ്പോ കൂടെ നിങ്ങളും പറയുക കേട്ടോ. ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. ഏതാണോ ഫൈനൽ സ്റ്റേജ് അതിന്റെ കൂടെ ഫൈനൽ എന്നുള്ള വേർഡ് ഉപയോഗിക്കണം. ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു എന്ത് വരും? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു വരും, അല്ലേ? അടുത്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് കൊണ്ടുതരും? എമൗണ്ട് കൊണ്ടുതരും. എമൗണ്ട് കൊണ്ടുതരുമ്പോ എന്താ ജേർണൽ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് എഴുതും. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഫോർമുലേഷൻ എങ്ങനെയാ? 4 സ്റ്റേജ്, 8 ജേർണൽ എൻട്രി. ആദ്യത്തെ സ്റ്റേജ് അപ്ലിക്കേഷൻ. അപ്ലിക്കേഷൻ കിട്ടണം, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഷെയർ അപ്ലിക്കേഷൻ. രണ്ടാമത്തെ സ്റ്റേജ് ഏതാ? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ഷെയർ ക്യാപിറ്റൽ. കിട്ടിയ അപ്ലിക്കേഷന് ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അലോട്ട്മെന്റ് തൊട്ടിട്ട് നേരെ ഉൾട്ട ചെയ്താൽ മതി. എന്ത് ചെയ്യും? ആദ്യം ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ഷെയർ ക്യാപിറ്റൽ, പിന്നെ കിട്ടുന്ന പോലെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഷെയർ അലോട്ട്മെന്റ് കേട്ടോ. ആൻഡ് അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തത് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഷെയർ ഫസ്റ്റ് കോൾ. അപ്പൊ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എങ്ങനെയായിരിക്കും? ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ഷെയർ ക്യാപിറ്റൽ. അപ്പൊ കിട്ടുമ്പോ എന്തായിരിക്കും? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. ആദ്യത്തെ 2 എൻട്രി മാത്രമാണ് കിട്ടുക, ട്രാൻസ്ഫർ ചെയ്യുക. ബാക്കിയുള്ള എല്ലാ എൻട്രീസും ട്രാൻസ്ഫർ ചെയ്യുക, കിട്ടുക. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇതൊക്കെയാണ് പഠിക്കാനുള്ള ഒരു ടെക്നിക്ക്. മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി ഇതിൽ ഒരുപാട് അഡീഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് മെല്ലെ ഒന്നൊരു ബേസിക് പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? അതല്ലേ നല്ലത്? അപ്പൊ കുറച്ചുകൂടി ഷെയറിനെ കുറിച്ച് നന്നായി മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.